ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയ ഒരു ചെറുകഥ ഇവിടെ അവതരിപ്പിക്കാം. ഞാൻ എഴുതിയ ആ കഥയുടെ പേര് സ്വയംവരം എന്നാകുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂട്ടാനിൽ അഖില മഹാരാജാവ് എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കർക്കശക്കാരനും ക്രൂക്കഡ് ഇൻ്റലിജൻസ് ഉള്ള ആളുമായിരുന്നു. അങ്ങനെയിരിക്കെ തൻ്റെ ഏക മകളായ നിഖില രാജകുമാരിക്ക് വേണ്ടി അദ്ദേഹം സ്വയംവരം പ്രഖ്യാപിച്ചു. അതിബുദ്ധിമാനും ഭാഗ്യമുള്ളവനുമായിരിക്കണം തൻ്റെ മകൾക്ക് ഭർത്താവേണ്ടതെന്ന് മഹാരാജാവിന് നിർബന്ധമുണ്ടായിരുന്നു. അതിനായി അദ്ദേഹം 2 നിബന്ധനകൾ വെച്ചിരുന്നു. ഒന്ന്, ചോദ്യോത്തര പരീക്ഷയിൽ വിജയിക്കണം. 2, ഒരേപോലെയുള്ള 4 പേരിൽ നിന്നും ശരിയായ വധുവിനെ തിരഞ്ഞെടുക്കുകയും വേണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ശരിയായ വധുവിനെ തിരഞ്ഞെടുക്കാത്തവന് മരണശിക്ഷയും വിധിച്ചിരുന്നു. അനേകം ബുദ്ധിമാന്മാരും യുവരാജാക്കന്മാരും നാനാ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനേകം ചെറുപ്പക്കാർ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാനായി എത്തി. അനേകം പേർ പങ്കെടുത്തതിൽ ഒരേ ഒരു ആൾ മാത്രമായിരുന്നു ബുദ്ധിപരീക്ഷ പാസ്സായത്. അനേകം ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു പരീക്ഷയായിരുന്നു ഇൻ്റലിജൻസ് ടെസ്റ്റ്. അത് അദ്ദേഹം ഒന്നാമതായി പാസ്സായി. അദ്ദേഹത്തിൻ്റെ പേര് സൂര്യനാരായണൻ എന്നായിരുന്നു. അയാളുടെ രാജ്യത്തെ ഏറ്റവും സാധുവായ മനുഷ്യനായിരുന്നു. അയാൾ നേരെ വിവാഹ മണ്ഡപത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ ഒരേപോലെയുള്ള 4 വനിതകൾ വിവാഹ വസ്ത്രവും അണിഞ്ഞ് വർണ്ണമാല്യവുമായി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ആകെ കൺഫ്യൂഷൻ. ശരിയായ വധുവിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ മരണം ഉറപ്പും. സൂര്യനാരായണൻ ഒരു നിമിഷമൊന്ന് ആലോചിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. തല ചുറ്റി താഴെ വീഴുന്നതായി ഭാവിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ 4 വനിതകളിൽ നിന്നും ഒരാൾ ഓടിച്ചെന്നിട്ട് സൂര്യനാരായണൻ്റെ കരങ്ങളിൽ കടന്നു പിടിച്ച് അദ്ദേഹത്തെ താങ്ങി നിർത്തി. ആ വനിതയായിരുന്നു യഥാർത്ഥ രാജകുമാരി. മറ്റു 3 പേർ കൂലിക്കാരായിരുന്നതുകൊണ്ട് അവർ അതിനൊന്നിനും തയ്യാറായില്ല. അവർക്കതിനൊന്നിനും മനസ്സും വന്നില്ല. മാത്രവുമല്ല, താഴെ വീഴട്ടെ, വീണ് കഴിഞ്ഞിട്ട് പരിഹരിക്കാം എന്ന് അവർ വിചാരിച്ചു. അതുമൂലം അവർ വെറും നിസ്സംഗരായി നോക്കി നിന്നതേ ഉള്ളൂ. ഇതിൽ നിന്നും സൂര്യനാരായണന് ഒന്ന് മനസ്സിലായി. തന്നെ താങ്ങി നിർത്തിയ ആൾ തന്നെയാണ് യഥാർത്ഥ വധുവെന്നും ആ വധുവാണ് നിഖില രാജകുമാരിയെന്നും അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വിജയകരമായി മഹാരാജാവിൻ്റെ പരീക്ഷയിൽ വിജയിച്ചു. തന്മൂലം നിശ്ചയിക്കപ്പെട്ടിരുന്നത് പോലെ തന്നെ സൂര്യനാരായണൻ്റെയും രാജകുമാരിയുടെയും വിവാഹവും നടന്നു. ഈ 4 പേരിൽ നിന്നും ശരിയായ വധുവിനെ തിരഞ്ഞെടുത്ത സൂര്യനാരായണൻ മഹാഭാഗ്യശാലിയാണെന്ന് കണ്ട മഹാരാജാവ് പിന്നീട് സൂര്യനാരായണനെ തൻ്റെ രാജ്യത്തിൻ്റെ രാജാവായി വിളംബരം ചെയ്ത് വാഴിക്കുകയും ചെയ്തു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, തുടർന്നും സഹകരിക്കുക. Okay, I am Pandit Mundake.